അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് ചൈനീസ് സിവിലൈസേഷൻ ആണ്. സോ വേൾഡ് സിവിലൈസേഷൻസിന്റെ ഡിസ്കഷൻ നടത്തിയ സമയത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് മെസപ്പൊട്ടോമിയൻ അല്ലെങ്കിൽ സുമേറിയൻ സിവിലൈസേഷൻ, ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ട് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് വി ഹാവ് ദിസ് കണക്ഷൻ ബിറ്റ്വീൻ ദിസ് മെസപ്പൊട്ടോമിയൻ ആസ് വെൽ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ തമ്മിലുള്ള കണക്ഷനുകളും ഫീച്ചേഴ്സിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ചൈനീസ് സിവിലൈസേഷൻ. സോ ചൈനീസ് സിവിലൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു മാപ്പ് നോക്കുക. ചൈനയുടെ മാപ്പ് നമുക്കറിയാം. അതിന് കൂടുതൽ തന്നെ ജസ്റ്റ് നോട്ട് ദിസ് റിവർ, യാങ്സി റിവർ. ഈ യാങ്സി റിവറിലാണ് ചൈനീസ് സിവിലൈസേഷൻ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സം റീജിയൻസ് ഓഫ് യെല്ലോ റിവർ ആസ് വെൽ. സോ മെയിൻലി ഇതിനെ വിളിക്കുന്ന പേരാണ് യാങ്സി റിവർ സിവിലൈസേഷൻ ഓർ യാങ്സി സിവിലൈസേഷൻ എന്നുള്ളത്. നമ്മൾ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് പോലെ യാങ്സി സിവിലൈസേഷൻ എന്ന പേരും ചൈനീസ് സിവിലൈസേഷൻ അറിയപ്പെടാറുണ്ട്. We can discuss further points regarding this Chinese civilization. So basic ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസ് നോക്കൂ. യെല്ലോ റിവർ സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു യെല്ലോ റിവർ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. യാങ്സി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിവർ. സോ യെല്ലോ റിവർ എന്ന് പറയുന്നത് ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. യെല്ലോ റിവറിലാണ് ചൈനയുടെ സിവിലൈസേഷൻ എല്ലാം ജനിക്കുന്നതും. അതുകൊണ്ട് തന്നെ മദർ റിവർ എന്ന രീതിയിലാണ് യെല്ലോ റിവറിനെ അവർ കണക്കാക്കുന്നതൊക്കെ. ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. യെല്ലോ റിവറിൽ അവരുടെ നിയോലിത്തിക് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. ആ സെറ്റിൽമെന്റിനെ വിളിക്കുന്ന പേരാണ് ഹുവാങ് ഹോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹുവാങ് ഹോ സിവിലൈസേഷൻ എന്നും, അല്ലെങ്കിൽ യാങ്സി റിവറിന്റെ ഒരു ഭാഗമായത് കൊണ്ട് തന്നെ യാങ്സി സിവിലൈസേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ചൈനീസ് സിവിലൈസേഷൻ വിളിക്കുന്ന പല പേരുകൾ: ഒന്ന് ചൈനീസ് സിവിലൈസേഷൻ, രണ്ട് യെല്ലോ റിവർ സിവിലൈസേഷൻ, അല്ലെങ്കിൽ വിളിക്കുന്നത് ഹുവാങ് ഹോ സിവിലൈസേഷൻ, മൂന്നാമത് യാങ്സി സിവിലൈസേഷൻ എന്ന പേരിലേക്ക് അറിയപ്പെടാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്രോൺസ് ഏജിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഫ്ലറിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്തായിരുന്നു? വി ഹാവ് മില്ലറ്റ്, അതായത് പ്രധാനപ്പെട്ട ഒരു ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റൈസ്. നമുക്ക് അതിന്റെ കൾട്ടിവേഷനും നല്ല രീതിയിൽ യാങ്സി വാലിയിലെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. പാസ്റ്ററലിസം, കന്നുകാലികളെ മേച്ച് നടക്കൽ പ്രധാനപ്പെട്ട ഒരു ജോബ് ആയിരുന്നു. യാങ്സി വൺ ഓഫ് ദി ലാർജസ്റ്റ് റിവർ ആണ്. ആൻഡ് റെയിൻഫാളും അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം യാങ്സി റിവർ സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. റിവർ ഹുവാങ് ഹോ എന്ന് പറയുന്ന നമ്മുടെ യെല്ലോ റിവർ, ദാറ്റ് ഈസ് നോൺ നാവിഗബിൾ. അതിൽ സഞ്ചാരം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എസ്പെഷ്യലി മില്ലറ്റ് ആൻഡ് വീറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഈ യാങ്സി ഈ ഹുവാങ് ഹോ റിവറിന്റെ അടുത്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ നിങ്ങൾ മാപ്പ് നോക്കുകയാണെങ്കിൽ യെല്ലോ റിവർ സംതിങ് ഹാവിങ് നോൺ നാവിഗേഷൻ, സോ അഗ്രികൾച്ചറിന്റെ ഇറിഗേഷന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദസ് വി ക്യാൻ സി മില്ലറ്റ് ആസ് വെൽ ആസ് വീറ്റ് ആസ് എ മെയിൻ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് അറ്റ് ഹുവാങ് ഹോ റിവർ എന്നുള്ളത് ഒന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. സിറ്റികളും റൈറ്റിംഗ് ഒക്കെ ഏതൊരു സിവിലൈസേഷനെ പോലെയും ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ചില സിവിലൈസേഷന്റെ പേരുകൾ എസ്പെഷ്യലി ക്രൊണോളജിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഫസ്റ്റ് വൺ സിയ സിവിലൈസേഷൻ, ദെൻ ഷാങ് സിവിലൈസേഷൻ, ദെൻ സോ ഡൈനാസ്റ്റി. അതായത് ഓരോ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിയ, ദെൻ ഷാങ്, ദെൻ സോ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റീസ്. കാലഘട്ടം നോക്കിക്കുക നിങ്ങൾ. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ് ഓഫ് ദിസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സിയ. ദെൻ അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഷാങ് എറ. ദെൻ സോ ഡൈനാസ്റ്റി ആണ് അറൌണ്ട് നമ്മുടെ BC കാലഘട്ടം അവസാനിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് ഈ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഏകദേശം നമ്മുടെ നാട്ടിൽ മൗര്യൻ എംപയറിന്റെ ഒക്കെ അശോകനൊക്കെ ഭരിക്കുന്ന ഒരു പീക്ക് ടൈം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് പീരീഡ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരത്തില്ല. ബേസിക്കലി വർഷങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹാവ് ദിസ് ക്രോണോളജി, സിയ, ഷാങ് ആൻഡ് സോ ഡൈനാസ്റ്റി. നിങ്ങളുടെ പേരുകളൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവുക. ടെന്റേറ്റീവ്ലി ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതിന്റെ മിനിമം ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിയെ കുറിച്ച് ബ്രീഫ് ആയിട്ട് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒന്നാണ് എന്ത്? സിയ ഡൈനാസ്റ്റി എന്നുള്ളത്. അടുത്ത ഫസ്റ്റ് റൂളറുടെ പേര് യു ദ ഗ്രേറ്റ് ആയിരുന്നു. ലാസ്റ്റ് റൂളറുടെ പേര് ജയ് എന്നുള്ളതായിരുന്നു. നിർബന്ധമല്ല, പക്ഷെ യു ദ ഗ്രേറ്റ് എന്നുള്ള ഒരു ടെർമിനോളജി ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഡൈനാസ്റ്റി ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാവുക. ഷാങ് ഡൈനാസ്റ്റി ആണ് പിന്നീട് ഈ സിയ ഡൈനാസ്റ്റിയെ ഓവർത്രോ ചെയ്യുന്നത് ബൈ ഷാങ് താങ് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് ഷാങ് ഡൈനാസ്റ്റി എന്നുള്ള പേര് വരുന്നത്. അവരുടെ കാലഘട്ടത്തിലാണ് സിറ്റി ഓഫ് ചെങ്ചോ എന്ന് പറയുന്ന ഒരു സിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അറൌണ്ട് 1500 BC. ഓക്കെ, ഹുവാങ് ഹോ റിവറിന്റെ അടുത്താണ് ഈ ഒരു സിറ്റി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയുമ്പോൾ ഇൻഡസ് റിവറിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട സിറ്റി ആയിട്ട് വി ആർ സെയിം മോഹൻജുദാരോ. സിമിലർലി ഇവിടെ ഹുവാങ് ഹോ റിവറിന്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട സിറ്റിയാണ് ദ ചെങ്ചു സിറ്റി എന്നുള്ളത്. 10ാമത്തെ രാജാവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ലാസ്റ്റ് റൂളർ അറൌണ്ട് നമുക്കറിയാം, ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് വി ഹാവ് എംപറർ
ഷിങ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ എംപറർ ഷിങ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ക്രൂവലായിരുന്നു. ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എംപയർ ഫോൾ ഡൗൺ ആയി എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന പോയിന്റ്. പിന്നീട് വരുന്നു സോ ഡൈനാസ്റ്റി എന്നുള്ളത്. കിങ് വു ആണ് എന്ത് ചെയ്തത്, സോ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ ഓവർത്രോയിങ് ദ ലാസ്റ്റ് റൂളർ സിങ് ഓഫ് ഷാങ് ഡൈനാസ്റ്റി അറൌണ്ട് 1046 BC. അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു ഹോ. ഇതും പഠിച്ചു വെച്ചോളൂ. ഹുവാങ് ഹോ എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോ എന്ന് പറയുന്ന പോലെയുള്ള സിറ്റി അല്ലെങ്കിൽ ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു, ഏത് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആയിരുന്നുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മറ്റു പ്രദേശങ്ങൾ കോളനി വൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് സോ ഡൈനാസ്റ്റിയിൽ തന്നെ രണ്ട് സെക്റ്റുകളായിട്ട്, രണ്ട് വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് വെസ്റ്റേൺ സോ, മറ്റൊന്ന് ഈസ്റ്റേൺ സോ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതിൽ ഈസ്റ്റേൺ സോ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഈസ്റ്റേൺ സോ ഡൈനാസ്റ്റിയിലാണ് നമുക്ക് പുതിയ ഐഡിയോളജിക്കൽ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസ് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ലൈക്ക് ദാവോയിസം, കൺഫ്യൂഷ്യനിസം, ലീഗലിസം. അതായത് ചൈനീസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ചൈനീസ് ഹിസ്റ്ററിയുടെ ഇന്നും ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ചില ഫിലോസഫികൾ ഒന്നാണ് ദാവോയിസം, കൺഫ്യൂഷ്യനിസം ആൻഡ് ലീഗലിസം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വരുന്നത് ഈസ്റ്റേൺ സോ ഡൈനാസ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവിടെ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഫിലോസഫികളാണ് ഇതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ചൈനീസ് സിവിലൈസേഷൻ പറയുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റിംഗ്സ് ഓഫ് ദ ചൈനീസ് സിവിലൈസേഷൻ. ബ്രോൺസ് ഏജിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനീസ് റൈറ്റിംഗ് സ്റ്റൈൽ തന്നെയാണ് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രോൺസ് സ്ക്രിപ്റ്റുകളെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സോങ് ബെൽസ്, ഡിങ് ട്രോപ്പിക്കൽ കോൾഡ്രംസ് എന്ന് പറയുന്ന മെറ്റീരിയലുകളിൽ നിന്നെല്ലാം നമുക്കിവരുടെ എഴുത്ത് രീതികൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഷാങ് ഡൈനാസ്റ്റിയുടെയും സോ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് എഴുത്ത് രീതികൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആൻഡ് ദേ വർ ബേസിക്കലി ഡൺ ഓൺ വെറ്റ് ക്ലേ ആൻഡ് ഡൺ ആൻ ദ ബ്രോൺസ് കാസ്റ്റ്. കളിമണ്ണിലൊക്കെ ആയിട്ട് ചെയ്തിട്ട് പിന്നെ ബ്രോൺസിലോട്ട് കൊണ്ടുവരികയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ് റൈറ്റിങ്ങിനെ കുറിച്ചും പറയുന്നത്. സോ ബൈ ദിസ് വി ഹാവ് മേഡ് എ ബ്രീഫ് ഡിസ്കഷൻ അബൌട്ട് ദിസ് ചൈനീസ് സിവിലൈസേഷൻ ആസ് വെൽ. ചൈനീസ് സിവിലൈസേഷൻ ഒക്കെ നമുക്ക് പിന്നീട് മിഡീവൽ കാലഘട്ടത്തിന്റെ ചില ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാറുണ്ട്. സോ ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ പറയുന്നത് അയൺ ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആയിട്ടാണ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കുള്ളത് അയൺ ഏജ് സിവിലൈസേഷൻസ് ആണ്. അത് ഏകദേശം 1200 BC മുതൽ ഒരു 600 BC വരേക്കും നീണ്ടു കിടക്കുന്ന, പല സമയത്ത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് എസ്പെഷ്യലി യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കയുടെ ഭാഗത്തെല്ലാം കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ കൊണ്ടുള്ള മെറ്റീരിയൽസ്, വെപ്പൺസ് ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. അയൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഹാർഡർ ദാൻ കോപ്പർ ആൻഡ് ബ്രോൺസ് ആൻഡ് അവൈലബിൾ ഇൻ പ്ലെന്റി ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ടി പറ്റും, അയൺ കൊണ്ടുള്ള ഹാർഡർ ആയിട്ടുള്ള ടൂൾസുകൾ, ഇംപ്ലിമെന്റ്സ്, വെപ്പൺസ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലോഷെയർ, സിക്കിൾസ്, ഷവൽസ്, സ്പേഡ്സ്, ആക്സസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൃഷിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൃഷിക്ക് പുറമെ ആയിട്ട് ലാൻഡുകൾ കോൺകർ ചെയ്യാനും സഹായിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ അയൺ ഏജ് നടക്കുന്നത് മെസപ്പൊട്ടോമിയയിലാണെന്ന് ആദ്യമായിട്ട് 1300 BC സമയത്ത്, യൂറോപ്പിൽ 1200, ഇന്ത്യയിൽ 1000 BC സമയത്താണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ത്യയിൽ 1000 BC എന്ന് പറയുമ്പോൾ ഏത് പീരിയഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോട്ടറി കൾച്ചർ ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. വിൽ ബി ഡിസ്കസിങ് ദാറ്റ് കമന്റ് ഓൾസോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു.